ഇപ്പൊ പറയണമെന്നില്ല, അന്ന് ഞാൻ അന്ന് ഇത് ചെയ്താലും മതി. അപ്പൊ അത് അവിടെ അങ്ങനെ ചോദിക്കുന്നൊന്ന് കുഴപ്പമുണ്ടെന്നുള്ളതും കൂടെ അറിയാനായിട്ടാണ്. പറഞ്ഞോളൂ. ഒന്ന്, അതിനകത്ത് ഓം എഴുതുന്ന കാര്യം പറഞ്ഞായിരുന്നു. ഓം ഇങ്ങനെയല്ല എഴുതേണ്ടതെന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ എന്റെ അതിൽ അങ്ങനെ ആക്കി. പക്ഷെ ബാക്കി എവിടെ ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോ അന്ന് പറയുന്നുണ്ടായിരുന്നു 100 എണ്ണം എടുത്താൽ 1 2 കാണുന്നു. അപ്പൊ അതെന്തുകൊണ്ടാണ് അതിങ്ങനെ ആയിപ്പോയി നമ്മുടെ ലോകത്ത്? എല്ലാവരും അത് ഫോളോ ചെയ്യുന്നതിന്റെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും തെറ്റായ ഒരാൾ അടിച്ചതിന്റെ പുറത്താണോ, അല്ല ഇങ്ങനെ എന്താണെന്നൊരു കാര്യം അതിനകത്ത്. അത് ഒരു കാര്യം എന്താ വെച്ചാല്, നമ്മൾ ഈ ബ്ലോക്ക് ഉണ്ടാക്കുമ്പോഴും ഈ മെറ്റലിന്റെ ഓം എന്ന് പറഞ്ഞ് എഴുതുമ്പോഴും 2 പീസാക്കിയിട്ട് അത് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഒറിജിനലി എഴുതുമ്പോ നമുക്ക് 2 പീസായിട്ട് എഴുതാം. ഒരക്ഷരത്തിലും അങ്ങനെ 2 പീസായിട്ട് വരാറില്ല. അപ്പോ അത് കൺവീനിയന്റ് ആയിട്ട് അങ്ങനെ ചെയ്തതാണ്. അല്ല, ഞാൻ പറയണത് ഇതിനേക്കാളും ഒക്കെ പ്രാധാന്യം ഈ വായിക്കുന്ന ആളുടെയും എഴുതുന്ന ആളുടെയും മാനസികമായിട്ടുള്ള അവസ്ഥകളിലാണ് മാറ്റം ഉണ്ടാവേണ്ടത്. മനസ്സിലായി? ഇപ്പൊ നിങ്ങൾ തെറ്റായിട്ട് എഴുതിയാൽ പോലും മാനസികമായിട്ടൊരു പ്രശ്നമില്ലെങ്കിൽ അത് കുഴപ്പമില്ല. ഇപ്പൊ ഞാനിപ്പോ സർക്കിൾ എന്നുള്ള എന്റെ സ്പെല്ലിങ് SIRKL ആണ് കറക്റ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് അതാണ്. അതിനിപ്പോ എന്താ കുഴപ്പം? നിങ്ങൾക്ക് SIRKL സർക്കിൾ എന്ന് വായിക്കാൻ പറ്റില്ലേ? മനസ്സിലായോ? അപ്പോ ഈ ഗുരു പലപ്പോഴും ഞാനുമായിട്ട് അങ്ങനെയുള്ള സംഭവങ്ങളിൽ പലപ്പോഴും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോ ലളിതാ സഹസ്രനാമം ചൊല്ലുമ്പോൾ അർത്ഥം അറിയാതെ ചെല്ലരുത്. അപ്പൊ എന്റെ ചോദ്യം ഉണ്ടായിരുന്നത്, ആദ്യം ചൊല്ലാൻ പഠിക്കണോ ആദ്യം അർത്ഥം അറിയണോ? മനസ്സിലായോ? അപ്പോ ഞാൻ ചൊല്ലാൻ പഠിച്ചു കഴിഞ്ഞിട്ടല്ലേ എന്റെ അർത്ഥം അറിയാൻ പാടുള്ളൂ എനിക്ക്. അപ്പോ ഈ വാശി പിടിക്കുന്നതിന് എന്താ അർത്ഥം? അപ്പോ ചൊല്ലുമ്പോ കറക്റ്റ് ആയിട്ടേ ചൊല്ലാവൂ. ഞാൻ പറഞ്ഞു, ഏത് ചെറിയ കുട്ടിയും സംസാരിക്കുമ്പോ സംസാരിക്കാൻ പഠിക്കുന്ന കുട്ടി തിരുവനന്തപുരം എന്ന് പറയില്ലല്ലോ. അത് കൊഞ്ചിയിട്ടും തെറ്റിച്ചിട്ടും പകുതി മിസ് ചെയ്തിട്ടും ഒക്കെ കുറെ കാലം, പക്ഷെ കുറച്ച് പ്രായം വന്ന് വിവരം വന്ന് വരുമ്പോ തെറ്റ് ആവർത്തിക്കരുത് എന്ന് പറയുന്നത് കറക്റ്റാണ്. പക്ഷെ തെറ്റ് വരുത്തരുത് എന്ന് പറയുന്നത് തെറ്റാണ്. തെറ്റ് അത് നമ്മളൊരു അയാള് പറഞ്ഞത് തെറ്റാണ് കാരണം ആ അറിവ് വെച്ചിട്ട് അന്ന് പറഞ്ഞപ്പോൾ തെറ്റാണ്, തിരുത്തി പറയാൻ തയ്യാറായപ്പോരെ. നമ്മൾ ജനിക്കുമ്പോഴേ മഹാപണ്ഡിതനായിട്ടൊന്നും അല്ലല്ലോ ജനിക്കുന്നത്. തെറ്റുകൾ സാധാരണ വരില്ലേ എല്ലാവർക്കും. മനസ്സിലായി? ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നമ്മളിപ്പോ ഈ തൃശ്ശൂർന്ന് എഴുതുമ്പോ താന്ന് എഴുതിട്ട് ത്രൂന്ന് ആ വള്ളി പിന്നെയാണ് ഇടുക. ഈ കമ്പ്യൂട്ടറിലൊക്കെ അടിക്കുമ്പോ അങ്ങനെ എഴുതിയിരുന്നു. പണ്ട് അങ്ങനെയല്ലല്ലോ, ഒറ്റ വാക്കിലാണ് വരിക. അപ്പൊ ഈ മാറ്റങ്ങളൊക്കെ വരുമ്പോ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം പല വാക്കുകളും അധ്യാപകൻ എഴുതുന്ന വാക്കുകളിൽ പോലും തെറ്റ് വരുത്തുന്നുണ്ട് ആൾക്കാർ. പലയിടത്തും തെറ്റിയിട്ട് കാണാം. അതെ, പലയിടത്തും തെറ്റ് കാണാം. ഇപ്പൊ ഞാൻ പറയുന്നത്, അത് വായിക്കുമ്പോ അത് അധ്യാപകനാണ് എന്ന് മനസ്സിലാക്കിയാൽ പോരെ നമ്മള്. എന്തിനാ ഇങ്ങനെ വാശി പിടിക്കണമെന്ന് എനിക്ക് മനസ്സിലാവാറില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അതല്ല പറഞ്ഞത്. അത്തരം സംഭവം ഞാൻ ഡിസ്കഷനിൽ വരുമ്പോൾ സാധാരണ നമ്മൾ അറിഞ്ഞാൽ അത് തിരുത്താൻ തയ്യാറാവണം. പക്ഷെ ഒരാൾ അങ്ങനെ ചെയ്തതുകൊണ്ട് മഹാപരാധമായിട്ട് കാണണ്ടെന്നാ ഞാൻ പറയാം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഓം എന്ന് മലയാളത്തിൽ എഴുതുമ്പോഴും അത് 3 വാക്കുകളായിട്ടല്ലേ, 3 പിന്നെ ബിറ്റായിട്ട് തന്നെ എഴുതണം. അപ്പൊ അത് അങ്ങനെ എഴുതുമ്പോൾ മലയാളത്തിൽ എഴുതുമ്പോൾ 3 ബിറ്റായിട്ട് തന്നെ എഴുതുക. അതൊരിക്കലും യോജിപ്പിക്കല്ലേ ആരും. അത് യോജിപ്പിക്കാൻ പറ്റില്ല. സംസ്കൃതത്തില് ഈ ഹിന്ദിയിൽ എഴുതുന്നതും സംസ്കൃതത്തിൽ എഴുതുന്നതും അതേ ഭാഷ മാറി കുറച്ച് മാറ്റം വരുത്തിയിട്ട് മറ്റ് പല ലിപികളുണ്ട്. ഒറിയ ആയാലും ആസാമീസ് ആയാലും ഈ ഭാഷകളൊക്കെ ബംഗ്ല കണ്ടാ ഹിന്ദിയാന്ന് തോന്നും. അത് കുറച്ച് മാറ്റം വരുത്തി ലോപിച്ച് വികസിച്ച് മാറിയിട്ടൊക്കെ ഉണ്ടായിട്ടുള്ളതാണ് പല വാക്കുകളും, പല അക്ഷരങ്ങളും അങ്ങനെ ഉണ്ടായിരിക്കണേ. ഇപ്പൊ ഒന്ന് എഴുതുന്നത് ഞാൻ മലയാളത്തിൽ എഴുതണോ സംസ്കൃതത്തിൽ എഴുതണോ അറബിക്ക് ലിപിയിൽ എഴുതണോ എന്ന് ചോദിച്ചാല്, അറബിക്കിൽ റോമൻ ലിപിയിലല്ലേ നമ്മളെല്ലാ സ്കൂളിൻ്റെയും ക്ലാസ്സിൻ്റെയും പുറമെ 1 ഇട്ടിട്ട് 5 എഴുതിയിട്ട് 4 എന്ന് വായിക്കുന്ന
പഴയ ബാർബേറിയൻ സിസ്റ്റം അല്ലേ എല്ലാ കാലത്തും ഉപയോഗിച്ചിരുന്നത്. അത് പൊട്ടത്തെറ്റാന്ന് എനിക്ക് അറിയാം, ഉപയോഗിക്കരുതെന്നും അറിയാം. കാരണം അത് കഴിഞ്ഞ് എത്രയോ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലിപികൾ വന്നു. അപ്പൊ ഇതൊക്കെ ഓരോരാളുടെ ഇഷ്ടം എന്ന് പറഞ്ഞ് അങ്ങോട്ട് വിടുക എന്നല്ലോ. എന്നാൽ ഞാൻ അങ്ങനെ ഉപയോഗിക്കും. വാശി പിടിക്കാറില്ല ഇത്തരം കാര്യങ്ങളിലൊന്നും, എനിക്ക് വാശിയില്ല. അത് അദ്ദേഹം പറയുമ്പോൾ അത് ശരിയാണെന്ന് പറയും, അങ്ങ് പറയുമ്പോൾ അതും ശരിയാണെന്ന് പറയുക എന്നുള്ളതാണ് അതിന്റെ ഒരു ഉചിതമെന്ന് എനിക്ക് തോന്നാറ്. പറഞ്ഞത് ശരിയാണ്, നമ്മളത് വായിച്ചാൽ മതി, നമ്മള് കറക്റ്റ് ചെയ്യാൻ പോണ്ട. പിന്നെ എനിക്ക് വേറൊരു ഇത്, ഞാൻ അതിനെ ഇപ്പം ഗുരുവിന്റെ എല്ലാം ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് അതിനകത്തൊരു പറഞ്ഞൊരു പോയിന്റ് എന്ന് പറയുന്നത് ഹൗസിംഗ് റോഡിനെ കുറിച്ച് കുറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അതിനെ ഞാൻ യാദൃച്ഛികമായിട്ട് മറ്റേ ഗോപാലകൃഷ്ണൻ സാറിന്റെ ഒരു വീഡിയോ ഉണ്ട്, സാറ് TPC കണ്ടോന്ന് എനിക്കറിയില്ല. അതിനകത്ത് വളരെ മോശമായിട്ടാണ് പറയുന്നത് പുള്ളിക്കാരൻ. അല്ല, ഇത് ആദ്യമായിട്ട് എന്നെ KPCയെ പരിചയപ്പെടുത്തിയതും ഇത് കാണിക്കാനായിട്ട് തിരുവനന്തപുരത്തും എറണാകുളത്തും ഒക്കെ എന്നെ കൊണ്ടു നടന്നതും ഗോപാലകൃഷ്ണനാണ്. മനസ്സിലായോ? ഇത് ചില സംഭവങ്ങളിലൊക്കെ എന്ത് പറ്റും എന്ന് വിചാരിച്ചാല്, ഈ എല്ലാവർക്കും ഈഗോ ചില കാലങ്ങളിൽ ഉണ്ടല്ലോ. അത് എനിക്ക് അയച്ച കത്തുകളടക്കമുണ്ട്. ഞാൻ 10 വർഷമായിട്ട് എൻ്റെ മെസ്സേജ് എത്തിക്കാൻ വേണ്ടി കേരളം ആകെ നടന്നിട്ടും എത്താത്ത ഒരു സംഭവം ഡോക്ടർ TP ശശികുമാറിൻ്റെ 1 മണിക്കൂറിൻ്റെ ഏഷ്യാനെറ്റ് ഇൻ്റർവ്യൂ കൊണ്ട് സാധിച്ചു, നമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് എഴുതിയ കത്ത് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. മനസ്സിലായോ? അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എന്നെ തഴയുകയും എന്നെ ഒഴിവാക്കുകയും അത് കഴിഞ്ഞ് KPC ഒഴിവാക്കുകയും. KPC എന്നൊക്കെ പറയുന്നത് തന്ത്രത്തിൻ്റെ അങ്ങേയറ്റത്തുള്ള അദ്ദേഹം. പക്ഷേ ഈ ഒരു സംഭവം കയ്യിൽ കിട്ടിയപ്പോൾ കണ്ടതിനും വേണ്ടാതിനും വേണ്ടാത്തതിനും എല്ലാത്തിനും ഉപയോഗിച്ച് അത് വഷളാക്കി എന്നുള്ളത് കറക്റ്റാണ്. അത് മാത്രമല്ല, അതിനെക്കുറിച്ച് വലിയ ലേഖനങ്ങൾ മലയാളം വാരികയിൽ വന്ന് അത് വളരെ കോൺട്രവേഴ്സിയായി പരിഷത്ത് ഏറ്റെടുത്ത് അവർ പുസ്തകങ്ങൾ ഇതിനെതിരെ എനിക്കെതിരെ എഴുതി. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അതിനകത്ത് ഒരു എൻ്റെ നിലപാട് എന്ന് പറഞ്ഞിട്ടൊരു ലേഖനം തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ലേഖനത്തിൽ ബ്രാഹ്മണ്യത്തെ പകർത്താനോ ബ്രാഹ്മണ്യത്തെ പ്രചരിപ്പിക്കാനോ തെറ്റായിട്ടുള്ള കുറേ നടപടികൾ ഉണ്ടാക്കാനോ ഒന്നും ചെയ്തിട്ടുള്ള ഒരാളല്ല ഞാൻ. ഇതിൻ്റെ കുറച്ച് സയൻറ്റിഫിക് ആസ്പെക്റ്റ് ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ പ്രകടനങ്ങളാക്കി കാണിച്ചു കൊടുക്കുകയും ചിലതൊക്കെ ചെയ്യുകയും ചെയ്തു. ബാക്കിയുള്ളവർ ഇത് ഏറ്റെടുത്തിട്ട് പിന്നെ കാലിന് പിന്നെ മുറിവുണ്ടായാൽ അത് ഉണങ്ങോ നോക്കാൻ ഡൗസിംഗ് റോഡ് ഉപയോഗിച്ചിട്ടുള്ള മണ്ടന്മാരടക്കമുണ്ട്. ഇത് പിന്നെ പൂരം പറമ്പിൽ ഡോക്ടർ TPSന്റെ ഡൗസിംഗ് റോഡ് എന്ന് പറഞ്ഞ് വിറ്റിട്ട് സാധാരണ ഇരുമ്പ് കമ്പി 40 രൂപക്ക് വിറ്റാളും മേടിച്ചാളും അതുപയോഗിച്ച് പിന്നെ ജീവിച്ചിട്ടുള്ള ആൾക്കാരും ഉണ്ട്. അപ്പം ഇത് 10-24 കൊല്ലം മുമ്പ് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു സാധനമാണ്. അതെ, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് താല്പര്യമില്ലാത്തൊരു സംഭവമാണെങ്കിലും നമുക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ ചോദിക്കുമ്പോൾ അതിന് പ്രകടമായിട്ടുള്ള ഉത്തരങ്ങൾ വളരെ മൈൽഡായിട്ട് പറയാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അതിനെ കോൺട്രവേഴ്സി ആക്കാനോ പ്രശ്നം ഉണ്ടാക്കാനോ അതിനൊന്നും നമുക്ക് നേരും സമയവും ഇല്ല. അതുകൊണ്ട് ഒഴിവാക്കുക ചെയ്യും. എനിക്ക് അതുപോലെ എനിക്ക് പറയാനുള്ള ഇതൊന്നുമില്ല, ജീവിക്കാതിനെ കുറിച്ചല്ല. ഈ ആവശ്യമില്ലാത്ത ഈ ചില കാര്യങ്ങളിൽ പുള്ളിക്കാരി ചോദിക്കുന്ന ലാസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, മറ്റേ ഇവിടുത്തെ മറ്റൊരു മുടിയനെ കുറിച്ചുള്ളതും അതിന് TPC അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അതിനകത്ത് ഞാൻ അത് വായിക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം വീഡിയോ കമന്റ്സ് ആണ് വായിച്ചത്. അതായത് ആ ഇന്റർവ്യൂ കാണുന്നതിന് സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ വിഷമം തോന്നി, വളരെ മോശമായിട്ടാണ് അതിനകത്ത് എഴുതിയത്. പക്ഷെ ഞാൻ ആലോചിച്ചപ്പം TPC ഒരിക്കലും അങ്ങനെ സംസാരിക്കില്ലെന്നുണ്ട്. പിന്നെ ഞാൻ വീഡിയോ കണ്ടപ്പോൾ അതിനകത്ത് ഒരു കാര്യവും ആ പുള്ളിയെ വ്യക്തമായിട്ടൊന്നും ഇത് ടാർഗറ്റ് ഒന്നും പറഞ്ഞില്ല. പക്ഷെ അതിന്റെ താഴെ വന്ന കമന്റിനും അല്ല, എന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ ഇത്തരം ചെറിയ ചീപ്പായിട്ടുള്ള സംഭവങ്ങളൊന്നും സത്യമായിട്ട് കാണാറില്ല. അപ്പോ ഇത് എന്റെ മുമ്പിൽ വരുന്ന സമയത്ത് എനിക്ക് ഉത്തരം പറയണമെന്നില്ല എന്ന് പറയും. പക്ഷെ ഇതിൽ നമുക്ക് യാതൊരു താല്പര്യമില്ലാത്ത സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ എനിക്ക് ആ ഒരു ഇതിനകത്ത് പറഞ്ഞൊരു കമന്റ് ആദ്യം എനിക്ക് വേറെ മനസ്സിലോട്ട് പോയി. ഞാൻ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പാടുമെന്ന് എനിക്ക് അറിയില്ല. എന്റെ ഒരു തോട്ട് ഒന്നാണ് ആ മഹാമണ്ഡലേശ്വരന്റെ സംഭവം പറയുന്നുണ്ടല്ലോ ഇതിനകത്തൊരു ലാസ്റ്റ് ട്രെയിനകത്ത്. അപ്പോ എനിക്കതിനെ ആൾക്കാര്
നമ്മൾ രണ്ടുപേര് ആ രീതിയിൽ വന്നിട്ട് ഇവര് ഉദ്ദേശിച്ചത് മറ്റേ ലേഡിയായിരുന്നു. പക്ഷെ അതേ തന്നെ നമ്മുടെ മലയാളി വേണമെങ്കിൽ വേറൊരു ആംഗിൾ എടുക്കും. മലയാളിയെ വേറൊരു മലയാളിക്ക് കിട്ടിയതിന്റെ അങ്ങനെ ചിന്തിക്കുമെന്നൊരു ചിന്തയോടെ എനിക്ക് വന്നത്. അപ്പൊ ഞാൻ അത് പറയാതിരുന്നാ പോരായിരുന്നു എന്നൊരു തോന്നൽ എനിക്ക് വന്നുപോയി. അല്ല, ഇവരൊക്കെ എന്താ വെച്ചാല് എനിക്ക് കൃത്യമായിട്ട് അറിയുന്ന ആൾക്കാരാണ് പലരും. മനസ്സിലായി. എന്നെ തുത്തുക്കുടി എന്നൊരു കോളേജിൽ നിന്ന് വിളിച്ചു, ഓൺലൈൻ പ്രോഗ്രാം വേണം. ഞാൻ പറഞ്ഞു ശരി. ഉടനെ എന്നോട് ചോദിക്കുന്നത് എത്രയാണ് ഫീസ്. ഞാൻ പറഞ്ഞു ഇതുവരെ ഞാൻ ക്ലാസ് എടുക്കാൻ ഫീസ് മേടിച്ചിട്ടില്ല, എനിക്ക് വേണ്ട. അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾ ഗവൺമെന്റ് കോളേജാണ്, ഞങ്ങൾക്ക് പ്രൊവിഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞു അത് വേറെ ആർക്കും കൊടുത്തോളൂ, എനിക്ക് വേണ്ട. അപ്പൊ 20 മിനിറ്റ് ക്ലാസ്. ഞാൻ പറഞ്ഞു 20 മിനിറ്റ് ആണെങ്കിൽ എടുക്കില്ല, 40 മിനിറ്റോ 1 മണിക്കൂറൊക്കെ ആണെങ്കിലേ മിനിമം അതുകൊണ്ടൊരു ഗുണമുള്ളൂ. കാരണം പലർക്കും ഒരു ക്ലാസ് കൊടുത്തു എന്നൊരു ഒരു ബയോഡാറ്റയിൽ എഴുതാനാണ് അവർക്ക് ആവശ്യം. നമുക്കത് ആവശ്യമില്ല. എനിക്ക് അതെ, എനിക്ക് നമ്മൾ പലപ്പോഴും ഇങ്ങനത്തെ പ്രോഗ്രാം ഇപ്പൊ ശാന്തിഗിരി പോകുമ്പോൾ അറ്റൻഡൻസ് സർട്ടിഫിക്കറ്റ്, ഞാൻ പറഞ്ഞു ഇത് ഞാൻ ആരെ കാണിക്കാനാ, ഭഗവാനെയോ? നമുക്കിത് കൊടുത്തിട്ട് എവിടെയെങ്കിലും അപ്ലിക്കേഷൻ കൊടുത്ത് പ്രോജക്റ്റ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഇതൊന്നും താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. നമുക്കുള്ള സമയം ആർക്കെങ്കിലും ഉപകാരമുണ്ടെങ്കിൽ. അതേ സമയത്ത് എനിക്ക് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ്, നമ്മൾക്ക് ഡിസ്കഷൻ ആവാമോ? ഞാൻ പറഞ്ഞു പറ്റില്ല, കാരണം നിങ്ങൾക്ക് ചോദ്യമില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ പലപ്പോഴും പിന്നെ എനിക്ക് ഇവരൊക്കെ അറിയാം. അപ്പോൾ പലപ്പോഴും ഇവര് ഇതിനെ നോക്കിക്കാണുന്ന അവരുടെ ഐഡിയാസ് പറയാൻ പറ്റുന്ന ഒരു വേദി. ഞാൻ അതുപോലെ പറഞ്ഞില്ലെങ്കിൽ അവർക്ക് നീരസം ഉണ്ടാവും. അങ്ങനെ കുറെ പേര് വരും, ഇവരൊക്കെ ഒഴിവാക്കുക ചെയ്യണം. പിന്നെ ഈ അതിനകത്തെ ഒരു നമ്മുടെ ഈ വേറൊരു കാര്യം ഇതിലാണ്. ഇപ്പൊ നമ്മുടെ വീട്ടില് വിളക്ക് കത്തിക്കുന്നതിന്റെ കുറെ കാര്യങ്ങൾ പല വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ നമ്മള് ശരിക്കും അവിടെ നിൽക്കുന്ന ആ ഒരു പൊസിഷനിൽ നമ്മുടെ ജിയോഗ്രഫിക്കലായിട്ടുള്ള ഇതിനെ ബേസ് ചെയ്തിട്ടല്ലേ വിളക്ക് വെക്കുക. അതായത് നോർത്ത് ഈ ഈസ്റ്റ് പടിഞ്ഞാറായിട്ടുള്ള ഇതിൽ വെക്കുന്നതല്ലേ? അതെ, ഈസ്റ്റ് ആയാലും വെസ്റ്റ് ആയാലും നോർത്ത് ആയാലും ഇതൊക്കെ നമ്മുടെ ഒരു ഓരോ കാര്യങ്ങൾക്ക്. ഇപ്പൊ സൗത്ത് സാധാരണ മരണം കഴിയുന്ന സമയത്ത് ഓരോ കർമ്മങ്ങൾക്കനുസരിച്ചിട്ടാണ് അത്. പിന്നെ ഈ നമ്മളിപ്പം നല്ല മണമുള്ളൊരു സാധനം ഡ്രൈനേജിനകത്ത് നമ്മൾ സെന്റ് അടിച്ചിട്ട് എന്താ കാര്യം? അപ്പോ ചില സ്ഥലത്ത് വിളക്ക് വെച്ചിട്ടും കാര്യമില്ല. അത് ഒരു എനർജി ഉണ്ടാക്കുകയാണെങ്കിൽ ആ എനർജി ഉണ്ടാവാൻ യോഗ്യതയുള്ള സ്ഥലത്തെ എനർജി ഉണ്ടാക്കാവൂ. അതല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വെറുതെ വേസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ ഈ മറ്റേ ഗുരുവിന്റെ ഇതിനകത്ത് പറയുന്നതിനകത്ത് കാവിയുടെ കളറിനെ കുറിച്ച് പറയുന്നുണ്ട്. കാവി എന്ന് പറയുന്ന കളറ് നമ്മൾ വളരെ എനർജി ആണെന്നുള്ളതും അത് നമ്മൾ യൂസ് ചെയ്യുന്നത് തലയണയിൽ വെച്ച് ഇതിൽ തലനെ വിരിച്ച് കിടക്കുകയാണെങ്കിൽ നല്ലതെന്ന് പറയുന്നുണ്ട്. അത് ശരിക്കും സയന്റിഫിക്കലി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഈ സയന്റിഫിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ലോകത്തിൽ കാണുന്ന എല്ലാ ഇലകളും പച്ച കളറാണ്. അതെന്താ കാരണം എന്ന് ചോദിച്ചാല് പ്രകൃതി എന്ന് പറയുന്നതിൽ മനുഷ്യന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഗ്രീനാണ്. അത് വിബ്ജിയോർ എന്ന് എഴുതിയാലേ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ 4ാമത്തെ കളറാണ്. 7 നിറങ്ങളില് വയലറ്റ്, ഇൻഡിഗോ മുതലുള്ളതിൽ ഏറ്റവും സെന്ററിലാണ് വിസിബിൾ റീജിയനിൽ ഗ്രീൻ വരുന്നത്. അപ്പൊ പെർഫെക്റ്റ് വൈറ്റ് എന്ന് പറയുന്നത് ഫുൾ ബ്രൈറ്റ് ആണ്. അതിൻ്റെ ഒരു മീഡിയം എന്ന് പറയുന്നത്, മോഡ് എന്ന് പറയുന്നത്, മീൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വിസിബിൾ ആയിട്ടുള്ള ഈ ലോകത്ത് പച്ചയാണ്. ആ പച്ചയാണ് കുളിർമ. അതിൻ്റെ വാക്കും അങ്ങനെയാണ്. പച്ച കാണുമ്പോൾ നമുക്കൊരു കുളിർമ, മനസ്സിനൊരു സന്തോഷം, വളരെ പ്രാധാന്യമുള്ളൊരു സംഭവമാണ്. ആലോചിച്ച് നോക്കുക, പ്രകൃതിയിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പച്ച ഭഗവാൻ ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് കുളിർമ തരുന്ന ഒരു കളറാണ്. അത് പക്ഷെ കുറേ സമയം അത് തന്നെ കാണുമ്പോൾ അതിന് വിഘടിതമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ആ അവസ്ഥയിൽ നിന്ന് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മളെ പ്രചോദിപ്പിക്കാൻ പറ്റുന്ന, നമ്മളെ ഉത്തേജിപ്പിക്കാൻ പറ്റുന്ന ഒരു കളർ എന്ന് പറയുന്നത് റെഡ്, കുങ്കുമം, ആ കളറാണ്. ഓക്കെ, ഓറഞ്ചും റെഡും ചേർന്നിട്ടുള്ളതാണ് അഗ്നി.
അത് വിബ്ജിയോറിലെ ഓറഞ്ച് റെഡ് ലാസ്റ്റ് 2 കളേഴ്സാണ്. അത് ഹൈ ഫ്രീക്വൻസിയാണ്. ആ ഹൈ ഫ്രീക്വൻസിയാണ് നമ്മുടെ ശരീരത്തിൻ്റെ കളറായാലും അഗ്നിയുടെ കളറായാലും നമുക്കൊരു കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് അത്തരം കളറുകളിലാണെന്ന് കുറേ കാലത്തെ ചിന്തകളിലൂടെയും പഠനങ്ങളുടെയും എക്സ്പെരിമെന്റിലൂടെയും സ്റ്റാറ്റിസ്റ്റിക്സായിട്ട് കിട്ടുന്നൊരു സംഭവമാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ കണ്ണടച്ചിരുന്നാൽ ഉള്ളിൽ കാണുന്ന കളർ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി വയലറ്റ് ആണ്. ഈ ടിങ്ക്ലിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന വയലറ്റ് കളറായിരിക്കും. അത് ബ്ലാക്കിനടുത്താണ്. കാരണം ഏറ്റവും ലോ ഫ്രീക്വൻസിയിലുള്ള വയലറ്റ്, ഇൻഡിഗോ. അപ്പം നമ്മുടെ ചിന്തകളിൽ ഒരു ഇൻഡിഗോ കളറ്, വയലറ്റ് കളറ് എന്നൊക്കെ പറഞ്ഞാൽ സ്വപ്നങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും ഒക്കെ നിറമാണ്. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് അങ്ങേ അറ്റത്താവണ്ടേ. അതാണ് പിന്നെ സ്വാമിജിമാരുടെയൊക്കെ കളർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സയന്റിഫിക് ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ സയൻസ് എന്ന് പറയുന്നത് പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണോ എന്നാണ് ചോദിക്കുക. അങ്ങനെ എല്ലാ കാര്യങ്ങളും പ്രൂവ് ചെയ്തിട്ടേ നമ്മൾ വിശ്വസിക്കുള്ളെങ്കിൽ വെസ്പ് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? അമ്മയോട് മക്കൾക്കുള്ള സ്നേഹം പ്രൂവ് ചെയ്യാൻ പറ്റുമോ? നമുക്കങ്ങനെ പ്രൂവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് അനുഭവിച്ചാൽ പോരെ. അപ്പൊ സാക്ഷാത് അത് അനുഭവിക്കാൻ സാധിക്കുന്നത് എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങും എക്സ്പെരിമെന്റൽ ലേണിങ്ങും ഉണ്ട്. അപ്പൊ എക്സ്പീരിയൻഷ്യൽ ലേണിങ് കുറേ പേരെടുത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഈ പറയുന്ന ശാസ്ത്രം. അപ്പോൾ അത് ശാസ്ത്രമാണോ എന്ന് ചോദിച്ചാൽ ശാസ്ത്രമാണ്. സയൻസ് ആണോ എന്ന് ചോദിച്ചാൽ സയൻസ് അല്ല. കാരണം സയൻസ് എന്ന് പറയുന്നത് മോഡേൺ സയൻസ് ആണ്. ശാസ്ത്രം എന്ന് പറയുന്നത് കുറേ ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്ന യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നതൊക്കെ സയൻസ് ആണ്. ഇപ്പൊ പാട്ട് മനുഷ്യന്മാർക്ക് സ്മൂത്ത് ആയിട്ടുള്ള അനുഭവം ഉണ്ടാക്കും, കുളിർമ ഉണ്ടാക്കും, മനസ്സിന് സന്തോഷം ഉണ്ടാക്കും. എല്ലാവർക്കും ഉണ്ടാക്കണം എന്നില്ല എല്ലാ പാട്ടുകളും. ഓക്കെ, അപ്പൊ അതനുസരിച്ചിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് പറയാം. അപ്പൊ ഞാൻ ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞാല് ഞാൻ ഈ കാവി എന്നുള്ളത് എനിക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ ഞാൻ ഉപയോഗിക്കാത്ത കാര്യം പറയാം. എന്റെ പോളിസി അനുസരിച്ച് കാവി ഉടുക്കുന്നത് സന്യാസ ജീവിതത്തിൽ പോയാൽ മതി ഉള്ളവരും അങ്ങനെയുള്ളവരും. ഇവിടെ എനിക്ക് പലരും ഈ വെറുതെ കാവി ഉടുത്ത് നടക്കുന്നതും ഇങ്ങനെ ചുമ്മാ നടന്ന അങ്ങനെ ഒരു ചിന്ത ഉള്ളതുകൊണ്ട് ഞാനത് അല്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ കണ്ണൂർ ഭാഗത്ത് എല്ലാ കൽപ്പണിക്ക് പോകുന്ന ആൾക്കാരും, കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാർ, പറമ്പിൽ കിളക്കാൻ പോകുന്ന ആൾക്കാർ, ഞാനൊക്കെ ചെറുപ്പത്തിൽ സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്നത് ചെറിയ പ്രായം മുതൽ കാവ്യാണ്. അതിന് കാരണം എന്താ വെച്ചാൽ വാഷ് ചെയ്താൽ വൈറ്റ് ആയാലും ബ്ലാക്ക് ആയാലും ബ്ലൂ ആയാലും അതിലൊക്കെ നിറം പൊടി എടുത്തു കാണിക്കും. അതുകൊണ്ട് ഏറ്റവും മണ്ണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൃഷി ചെയ്യുന്ന സാധാരണ പണിക്കാർക്ക് ഇപ്പോഴും എൻ്റെ കയ്യിൽ, ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ കയ്യിലുള്ള തോർത്ത് കാവിത്തോർത്താണ്. ആ കാവിത്തോർത്ത് തലയെ കെട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സുഖം. അത് വീഡിയോയിൽ മാത്രമല്ല, ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ മിക്കവാറും എൻ്റെ തലയിൽ എപ്പോഴും കാവിത്തോർത്ത് കെട്ടിയിട്ടാണ് ഞാൻ ഇരിക്കുക. അത് ഒന്ന്, ആ കളറിന് കോൺസെൻട്രേഷൻ കൂട്ടാനുള്ള കഴിവുണ്ട്. അപ്പൊ എനിക്ക് നമുക്കിപ്പോൾ എന്തെങ്കിലും പൂർണ്ണമായിട്ട് ചിന്തിക്കണം എന്ന് തോന്നുന്ന സമയത്ത് തലയിൽ ഒരു കെട്ടുണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന ഒരു അറ്റൻഷൻ പവർ, ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. അതായത് നമുക്ക് ഒരു വ്യക്തി, ഇപ്പൊ ഞാൻ അല്ലെങ്കിൽ എന്റെ ഒരു തോട്ടുകൾ എപ്പോഴും എന്ന് പറയുന്നത്, എനിക്ക് ഇത് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഞാൻ അതിന് പ്രാപ്തനാണോ എന്നുള്ള സംശയം ഇടയ്ക്കിടയ്ക്ക് വരും. അതൊരു തെറ്റായ കാര്യമാണോ? അത് എനിക്ക് അത് എനിക്ക് ഇങ്ങനെ ഒരു ചിന്തിക്കാനുള്ള ഇതുണ്ടോ? ഓരോ മനുഷ്യനും ഇങ്ങനെയുള്ള രീതിയിലൂടെ ഇപ്പൊ ഞാൻ ചിലര് എനിക്ക് വളരെയായിട്ട് വേഗമായിട്ട് പല കാര്യങ്ങളും ചിന്തിച്ചു കൂട്ടും. എനിക്ക് തന്നെ ഇത് ഞാൻ എസ്കേപ്പിസത്തിന് വേണ്ടി ചെയ്യുന്നതാണോ, എനിക്കിപ്പോ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാൻ ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണോ ഞാൻ ഇങ്ങനെ ഇതിലേക്ക് പോകുന്നത്? ഇങ്ങനെ പല കോൺട്രഡി ആയിട്ടുള്ള കാര്യങ്ങൾ ഇടയ്ക്ക് മുമ്പ് വന്നോണ്ടിരുന്നു. ഇപ്പൊ അത് വരുന്നില്ല. എന്നാൽ പോലെ അത് ഈ ഓരോരുത്തർക്കും ഓരോ തലത്തിലേക്ക് പോകണം എന്നുള്ളതിന് എന്തെങ്കിലും ഇത് ഉണ്ടോ? അങ്ങനെ നമ്മുടെ ബൈ ബർത്തിന്റെ കർമ്മയിലോ അങ്ങനെ പാസ്റ്റ് ലൈഫ് ബേസ് ചെയ്തിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഒരു 90% ആൾക്കാർക്ക്, ഇൻക്ലൂഡിങ് സ്വാമിമാര്,
ഹയസ്റ്റ് ലെവലിലുള്ള സ്വാമിമാർക്ക് പോലും ഈ തോന്നലുണ്ടാവും. ആ തോന്നൽ ഉണ്ടാവുന്നതിന് ഇപ്പം ഉദാഹരണത്തിന് ഞാൻ വിവേകാനന്ദ കേന്ദ്ര വിദ്യാലയ അരുണാചൽ പ്രദേശിൽ പോയ സമയത്ത് അവിടുത്തെ രാമകൃഷ്ണ മഠത്തിലെ സ്വാമി കുട്ടികൾക്ക് ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ ക്ലാസ് എടുക്കാനൊന്നും അറിയില്ല, നിങ്ങൾ എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ ഞാൻ പറയാം. അപ്പം ഞാനും ഗസ്റ്റായിട്ടാണ് പോയത്. പക്ഷേ അദ്ദേഹത്തിനോട് ചോദ്യം ചോദിക്കാൻ എന്നെയാണ് സ്കൂൾ അതോറിറ്റീസ്, ഞാൻ അവിടെ സ്ഥിരമായിട്ട് പോകുന്ന ഒരാളായതുകൊണ്ട് ഞാൻ സ്കൂളിൻ്റെ ഭാഗം പോലെയാണ്. അപ്പം ഞാൻ ആദ്യം അയാളോട് ചോദിച്ച ചോദ്യം സാധാരണ ഒരാളും സ്വാമിമാരോട് ചോദിക്കാത്ത കാര്യമാണ്. നിങ്ങളുടെ അമ്മ ഇപ്പം നിങ്ങളെ കണ്ടാലേ എന്താണ് പറയുക ആദ്യം? അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞിട്ടുള്ള ഉത്തരം എന്താ അറിയോ? എടാ മോനെ, ഈ വേഷം കഴിച്ചു വെച്ചിട്ട് നീ എൻ്റെ മോനായിട്ട് എൻ്റെ വീട്ടിൽ വാന്ന് പറയും. മനസ്സിലായോ? അപ്പൊ അദ്ദേഹത്തിന്റെ ഉള്ളിൽ പോലും അമ്മയുടെ ചിന്ത വരുമ്പോൾ ആദ്യം ആലോചിക്കുന്നത് എന്താണ്? എൻ്റെ അമ്മയ്ക്ക് ഇത് ഇഷ്ടമല്ല എന്നാണ്. ഞാൻ പല ആൾക്കാരോടും ചോദിക്കാറുള്ളത്, നിങ്ങൾ പല സ്വാമിമാരടുത്തും പോയിട്ട് ഇവനെ വലിയ എഞ്ചിനീയർ ആക്കണം, ഇവനെ വലിയ ഡോക്ടർ ആക്കണം, ഇവനെ വലിയ മഹാനാക്കണം, സയന്റിസ്റ്റ് ആക്കണം, പൊളിറ്റീഷ്യൻ ആക്കണം, കള്ളനാക്കണം എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ആശീർവാദം മേടിക്കണ്ടെന്ന് വിചാരിക്കാം. എന്നാൽ എപ്പോഴെങ്കിലും ഒരാൾ പോയിട്ട് എൻ്റെ മകനെ സ്വാമിയാക്കണം എന്ന് പറഞ്ഞിട്ട് ആശീർവാദം മേടിച്ചിട്ടുണ്ടോ? അല്ലേ? ഈ ആശീർവാദം കൊടുക്കാൻ കഴിവുള്ള ഒരാളല്ലേ ഇവരെക്കാളൊക്കെ മുകളില്, അല്ലേ? അപ്പൊ ഇത് എന്തേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പ്രാപഞ്ചിക ലോകത്ത് ഒരച്ഛനും അമ്മയ്ക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലും നമുക്ക് സ്പിരിച്വൽ കംപ്ലീറ്റ് ആവണമെന്ന് ആഗ്രഹമില്ല. ആരും കംപ്ലീറ്റ് സ്പിരിച്വൽ അല്ലതാണ്. നമ്മുടെ സ്പിരിച്വൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത് മെറ്റീരിയലിസ്റ്റിക് ആവരുത്. അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ ആശ്രമങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. രംഗനാഥാനന്ദ സ്വാമി ഹൈദരാബാദിൽ വന്നിട്ട് സെന്റർ ഓഫ് ദ സിറ്റിയിൽ 8 ഏക്കർ സ്ഥലം ഗവൺമെന്റോട് ഏറ്റ് മേടിച്ചിട്ട് അവിടെ രാമകൃഷ്ണ മഠം ഉണ്ടാക്കേണ്ട കാര്യം എന്തായിരുന്നു അയാൾക്ക്? അയാൾക്ക് ഏതെങ്കിലും കാട്ടിൽ പോയി താമസിച്ചാൽ പോരെ? അപ്പോൾ സ്വാമിമാര് ഈ ലോകത്ത് ജീവിക്കാത്തവരാണെന്നോ അല്ലെങ്കിൽ അവർക്ക് ആർഭാടങ്ങൾ പാടില്ല എന്നോ, അങ്ങനെയാണെങ്കിൽ ഓഷോ സ്വാമിക്ക് എങ്ങനെയാ റോൾസ് റോയ്സ് 10-20 ഉണ്ടാവുക അമേരിക്കയിൽ? അപ്പൊ ഇതൊക്കെ തെറ്റായ ധാരണയാണ്. ഞാൻ ഉടുക്കാണ്ടൊന്നല്ല നടക്കുന്നത്. ഞാൻ ഇട്ടിരിക്കുന്ന കണ്ണടക്കും 70,000 റുപ്യ കൊടുത്തിട്ട് തന്നെയാണ് മേടിക്കണം. 50,000 റുപ്യ കൊടുത്തിട്ട് പൊളിറ്റീഷ്യൻ മേടിക്കുമ്പോൾ കേരളത്തിൽ അത് വലിയൊരു കോൺട്രവേഴ്സിയാണ്. അപ്പോൾ അതിനേക്കാളും വില പിടിപ്പുള്ള ഡ്രസ്സ്, സ്വാമിമാരിടുന്ന ഡ്രസ്സിൻ്റെയൊക്കെ വില നോക്കിയാലോ, വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങൾ ഇടുന്ന എത്രയോ പേരുണ്ട്. അല്ല, നമ്മുടെ ധാരണ അതെന്താ കാരണം വെച്ചാല്, ഇപ്പം ഞാൻ ചായ കുടിക്കുമോ എന്ന് ചോദിച്ചാൽ കുടിക്കാം, ചായ വേണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട. ചായ കുടിക്കാൻ വിരോധമുണ്ടോ? ഇല്ല. ചായ ഉണ്ടാക്കട്ടെ? വേണ്ട. എനിക്ക് വേണ്ടി ഇപ്പൊ നിങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല, ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്, തരുകയാണെങ്കിൽ കുടിക്കുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല. മനസ്സിലായോ? ഞാൻ അതില്ലെങ്കിൽ എനിക്ക് പറ്റാത്തൊരവസ്ഥ. ഇപ്പൊ ഈ അവസ്ഥയിലൊക്കെ നമ്മൾ നടക്കുമ്പോഴും, ഞാൻ താമസിക്കുന്നത് താജിൽ 5 സ്റ്റാറിലായിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും നല്ല ഹോട്ടലിലൊക്കെ ആയിരിക്കും. ഞാൻ ബോംബെയിലൊക്കെ താമസിച്ചത് പ്രസിഡന്റ്സ് പിന്നെ റൂമിലാണ്. അതിന് വാടക വളരെ അല്ല. അത് എന്ന് വെച്ചിട്ട് നാളെ ഞാൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോൾ എനിക്ക് അതേ സ്റ്റാറ്റസ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ദേഷ്യം പിടിക്കൊന്നുമില്ല. മനസ്സിലായി? ഏതാണോ നമുക്ക് ആ സിറ്റുവേഷനിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മനസ്സുണ്ടാവുമ്പോഴാണ് നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ട് മാറാൻ പറ്റുകയും, ഇതിനൊന്നും എന്ന് വെച്ച് ദേഷ്യം പിടിക്കില്ല എന്നല്ല. പക്ഷെ ഇന്ന് എന്നോട് സുനീഷ് സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു വിഷയത്തിൽ നമുക്ക് താതാത്മ്യം പ്രാപിക്കാൻ പറ്റുന്നതുകൊണ്ട് ഇതുപോലെ പറയുന്നു. അതല്ലാത്തൊരു കാര്യം പറയുമ്പോൾ ഞാൻ വിരോധത്തോടു കൂടി സംസാരിച്ചു എന്ന് വിചാരിക്കാം. പക്ഷെ അടുത്ത നിമിഷം നിങ്ങൾ വേറൊരു കാര്യത്തിൽ ഞാനുമായിട്ട് വരുമ്പോൾ, നേരത്തെ ഇദ്ദേഹത്തോട് ദേഷ്യം ഉണ്ടായിരുന്നല്ലോ എന്നുള്ള ഭാവത്തിൽ നമ്മൾ സംസാരിക്കാണ്ടിരുന്നാൽ മതി. അപ്പോ ജീവിതത്തില് ആ ഒരു പോയിന്റ് ആണ് എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല്, ഇപ്പൊ ഞാൻ എപ്പോഴും എന്റെ കോൺവെർസേഷൻ പോയിന്റ് എപ്പോഴും എന്റെ അനിയത്തിയാണ്. ഇപ്പൊ ഞങ്ങൾ വന്നൊരു ഇത് ആർഗ്യുമെന്റ് വന്നു കഴിഞ്ഞാൽ എനിക്ക് അടുത്ത ആൾ നേരത്തെ വഴക്കുണ്ടായി സംസാരിക്കുന്ന ചില സമയത്ത് അല്ല, അത് മിക്കവാറും 99% ആൾക്കാർക്കും ഇതുണ്ടാവും.
അത് മാനസികമായിട്ട് അടുപ്പം കൂടുതലുള്ള വ്യക്തികൾക്ക് നല്ലപോലെ ഉണ്ടാവും. അത് പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നവർ കുറച്ച് വളരെ വിരളമായിരിക്കും. ഇതൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ ഉണ്ടാവും. പക്ഷേ ഇത് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടായി നമ്മൾ വളരെ വളരെ സ്മൂത്തായി മാറി പതുക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ നമ്മൾ പുരോഗതിയിലേക്ക് പ്രാപിക്കുന്നത്. കാരണം നമ്മളൊക്കെ ഒരു ദിവസം ഇവിടുന്ന് പോകുന്നവരാണ്. നമുക്കൊന്നും ഒരാളുമായിട്ട് യാതൊരു തർക്കത്തിനോ അവരുമായിട്ട് വിതർക്കത്തിനോ അവരെ നന്നാക്കാനോ നമ്മളെ നന്നാക്കാൻ ആർക്കെങ്കിലുമോ ഇതിനൊന്നും നമുക്ക് മനക്കെടാൻ ഒന്ന് ആവശ്യമില്ല, രണ്ട് സമയമില്ല. നമ്മൾ അറ്റാച്ച്ഡ് ആവുന്നത് എന്തുകൊണ്ടാണ്? നമുക്കിപ്പോൾ ലോകത്തിൽ വേറെ ആരുമില്ല, ഒരാളെ ഉള്ളൂ എന്നുള്ള ബോധം വരുമ്പോൾ നമ്മൾ അവരുമായിട്ട് വളരെ ക്ലോസ് ആവും. കുറേ പേര് എനിക്ക് അങ്ങനെ ഉണ്ടെങ്കിലോ നമ്മൾ വലിയ ബോധറേഷൻ്റെ കാര്യമില്ല. അപ്പം നമ്മൾ വളരെ സെൽഫിഷായിട്ട് വളരെ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ട് വളരെ ഒരു ചെറിയ കോൺഫ്യൂഷനിൽ ജീവിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പിന്നെ ഇതിന്റെ റിലേറ്റീവ് എന്തെങ്കിലും ക്വസ്റ്റ്യൻ വെച്ച് വെച്ചോട്ടെ. ഇപ്പൊ ഞാൻ കുറെ ഇഷ്യൂസ് ഉണ്ടായ സമയത്ത് ഞാൻ ഉള്ളിലേക്ക് ഒതുങ്ങി എന്ന് പറഞ്ഞാൽ ഞാൻ അധികം ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ പോയത് ഇഷ്യൂസ് കൊണ്ടാണ്. പക്ഷെ ഞാൻ അത് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും അതിനെ വേറൊരു ആംഗിളാണ് കാണുന്നത്. എനിക്ക് ഇന്ന് എന്റെ ജീവിതത്തിൽ ഒളിച്ചു. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഒരു 3 വർഷം കൊണ്ട് സോഷ്യലൈസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ എനിക്ക് ആക്ച്വലി ഉള്ളിലേക്ക് പോയപ്പോൾ എനിക്ക് അതൊരു സന്തോഷമായിട്ടാണ് തോന്നിയത്. പക്ഷെ പബ്ലിക്കിന്റെ മറ്റുള്ളവരുടെ തോട്ടില് ഞാൻ ഇതെല്ലാത്തിനും മറ്റുള്ളവരെ ഫേസ് ചെയ്യാനുള്ളൊരു ഇത് കൊണ്ടാണ്. അങ്ങനെ ഞാൻ ചിന്തിച്ച് മാറേണ്ട ആവശ്യമില്ലല്ലോ, എനിക്ക് മാറുന്ന രീതിയിൽ അങ്ങ് ജീവിച്ചാൽ പോരെ. അല്ല, നമ്മൾ ചിലര് ഈ ഫിസിക്കലായിട്ട് നല്ല മസിൽ ഉണ്ടാക്കണം എന്നൊക്കെ തോന്നുന്നൊരു കാലമായിരിക്കും ടീനേജ്. കുറച്ച് കഴിയുമ്പോൾ അതൊന്നും വേണ്ടാന്ന്. ചിലർക്ക് ഇതൊന്നും ആ ടീനേജിൽ തോന്നില്ല. ഒരു 50 വയസ്സാകുമ്പോഴാണ് ആലോചിക്കുക ഇന്ന് മുതൽ നടക്കാൻ പോകണം, എക്സർസൈസ് എടുക്കണം, ജിമ്മിൽ പോകണം. അതേപോലെ ചിലർ വായിക്കാൻ ചെറുപ്പത്തിൽ തീരെ താല്പര്യമില്ലാത്തവർ കുറേ കാലം കഴിയുമ്പോൾ വായന തുടങ്ങും. അത് ഫിസിക്കലായാലും ഇമോഷണൽ ആയാലും ഇൻ്റലക്ച്വൽ ആയാലും സോഷ്യൽ ആയാലും ഓരോരാൾക്ക് ഓരോ കാലത്ത് വ്യത്യസ്തമായിട്ടുള്ള റിതംസിൽ മാറ്റമുണ്ടാവും. അത് നമ്മൾ ഏത് എല്ലായ്പ്പോഴും ഒരേപോലെ ആവണമെന്നില്ല. ഇപ്പം ഇന്നലെ ഞാൻ ആരോടോ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു കുട്ടികൾ പോലും ആയിട്ട് ഒരു ബന്ധം, എൻ്റെ ക്ലാസ്മേറ്റ്സിന് പോലും ഇങ്ങനെ ഒരു ആൾ എൻ്റെ കൂടെ പഠിച്ചിരുന്നു എന്ന് അവർക്ക് തന്നെ വിശ്വാസമില്ല. അങ്ങനെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ അത് ആ ഒരു കാലം എന്ന് വെച്ച് ജീവിതത്തിൽ ഫുൾ അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ ഓരോരു തരത്തിലും നമ്മൾ വ്യത്യസ്തമായ ആൾക്കാരുമായി ഇടപെടുമ്പോൾ, ഓരോ കാലഘട്ടത്തിൽ ഓരോ അറിവുകൾ നേടുമ്പോൾ, ഓരോ ജനങ്ങളുമായിട്ട് കൂട്ടുകൂടുമ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മളിൽ ഉണ്ടാവാം. ചിലപ്പം ഇതൊക്കെ അഭിനയമാവും, അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാവും. ഇപ്പം അമേരിക്കയിൽ പോകുമ്പോൾ ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നു. അവൻ നാട്ടിൽ കംപ്ലീറ്റ് കൈകൊണ്ട് കുറേ കാലം കഞ്ഞി കുടിച്ചു വരുത്തണം. അവിടെ പോകുമ്പോൾ എന്തിനാ അങ്ങനെ കഴിക്കണമെന്ന് വെച്ചാൽ അതവിടുത്തെ ശീലമാണ്. അത് കഴിഞ്ഞ് നാട്ടിൽ വരുമ്പോൾ ഇതൊക്കെ മറന്നു പോകുന്ന എത്രയോ ആൾക്കാരുണ്ട്. അപ്പൊ ചിലരെന്ത് ചെയ്യും, അത് തന്നെ കയ്യിൽ പിടിച്ചിട്ട് ഇവിടെയും അതേപോലെ അഭിനയിക്കുന്ന കുറെ ആൾക്കാരുണ്ട് കാണിക്കാനായിട്ട്. ഞാൻ അമേരിക്കൻ റിട്ടേൺഡ് ആണെന്ന് കാണിക്കുന്ന ചില ആൾക്കാരില്ലേ. അപ്പൊ ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമുക്ക് മാറാൻ പോകുമ്പോഴാണ് ഫ്ലെക്സിബിൾ ആവുക. ആ ഫ്ലെക്സിബിൾ ആവുമ്പോൾ നമുക്ക് നമ്മളിൽ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടാവില്ല. നമുക്ക് നമ്മളിലൊരു കോൺട്രഡിക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അഭിനയിക്കുകയാണ്. അത് കുറേ കാലം നിലനിൽക്കില്ല. അത് ചിലപ്പോൾ ആ ഒരു പരിസ്ഥിതിയിലൊക്കെ നിലനിൽക്കുമായിരിക്കും. ഇപ്പം നമ്മൾ സിനിമയിൽ പ്രേം നസീർ സംസാരിക്കുന്ന രംഗം കേട്ടാൽ നമുക്കറിയാലോ ഒരിക്കലും പുറത്തിറങ്ങിയ ആൾ അങ്ങനെയല്ല സംസാരിക്കുന്നുണ്ടാവുക. അത് അദ്ദേഹത്തിന്റെ ധാരണ സിനിമയിലെത്തിയാൽ അങ്ങനെ ഡയലോഗ് പറയണമെന്നാണ്. ആ കാലം അല്ല, അത് ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്തു. പിന്നെ അയാൾക്കത് മാറ്റാൻ പറ്റില്ല, കാരണം ജനങ്ങളത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അത് അഭിനയിക്കുകയാണെങ്കിൽ പോലും ആ അഭിനയം അദ്ദേഹത്തിന്റെ ഭാഗമായി മാറി. അദ്ദേഹം ക്യാമറ മുമ്പിൽ വന്നാൽ അങ്ങനെയേ പറയാൻ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥയായി. ഇപ്പൊ ചില ആൾക്കാരുണ്ട്, നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ പറയുന്ന പോലെ അല്ല. ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഹലോ, അയാൾ സാധാരണ സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു വാക്കേ വരില്ല അയാളുടെ. അപ്പൊ എന്തിനാ ഇങ്ങനെ മൂളെന്ന് ചോദിച്ചത് അങ്ങനെയാണ്. ഇപ്പൊ ചില കുട്ടികളെടുത്ത് നമ്മൾ പോകുമ്പോൾ എന്താ പൊന്നെ, എന്താ ചക്കരേ, എന്താ വാവേ, ആ കുട്ടിയോട് അങ്ങനെ പറയണമെന്ന് ആരാ നമ്മളെ പഠിപ്പിച്ചത്? ആ കുട്ടിയോടും എനിക്ക് സാധാരണ സംസാരിക്കുന്ന പോലെ സംസാരിച്ചൂടെ? നമ്മൾ ആക്ട് ചെയ്യാണ്.
നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അഡാപ്റ്റ് ചെയ്തിട്ട് ആക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അത് ആക്ട് ചെയ്യേണ്ട കാര്യമില്ല ശരിക്ക്, അത് മണ്ടത്തരാണ്, അത് മണ്ടത്തരാണ്. അങ്ങനെ ആക്ട് ചെയ്യേണ്ട കാര്യമേ ഇല്ല, അത് മണ്ടത്തരാണ്. അപ്പൊ ചിലര് പക്ഷെ അത് വളരെ നന്നായിട്ട് കുട്ടി ആസ്വദിക്കും. അപ്പൊ നമ്മൾ ചില പിന്നെ കാമുകന്മാര് അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് പോകുമ്പോ എന്താ അമ്മേ എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ സന്തോഷമായിരിക്കും അമ്മക്ക്. അതിനുവേണ്ടി നമ്മൾ അഭിനയിക്കുകയാണ്. ആ അഭിനയം ജീവിതത്തിൽ തെറ്റാണോ എന്ന് ചോദിച്ചാൽ മറ്റേ ആൾക്കാർ അത് ആക്സെപ്റ്റ് ചെയ്യാണ്, അത് അബ്സോർബ് ചെയ്യാണ്, അത് എൻജോയ് ചെയ്യുകയാണെങ്കിൽ വൈ നോട്ട് എന്നൊരു ചോദ്യമുണ്ട്. രണ്ടാമത്തെ ചോദ്യം, അങ്ങനെയാണെങ്കിലും ഞാൻ എന്തിനാ എൻ്റെ ഐഡന്റിറ്റി കളയുന്നത് എന്നൊരു ചോദ്യമുണ്ട്. പക്ഷെ എൻ്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ട് എന്താ കാര്യം? ആരുമായിട്ട് ബന്ധമില്ലാത്തൊരു ഇൻഡിവിജ്വലായിട്ട് ഒരാളുമായിട്ട് അവരെ സന്തോഷിപ്പിക്കാതെ ഞാൻ ജീവിച്ചുകൊണ്ട് എന്താ കാര്യം? അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഇടയിലേക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മാറി പോകുന്നതിൽ ഒരു കുഴപ്പമില്ല. അത് ഈ സ്വാമിമാരെന്ന് പറയുന്ന സ്വാമിമാർ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടൊക്കെ സംസാരിക്കുന്ന ആൾക്കാർ, നമ്മളൊക്കെ ഇതിനിടയിൽ ഇടപെട്ടിട്ടുള്ള ആൾക്കാരാണല്ലോ. അപ്പൊ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അയാൾ നമ്മളോടത്തൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടും നന്നായിട്ടൊക്കെ സംസാരിക്കും. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം, ഏതെങ്കിലും ഒരു പേപ്പറിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫയലിനോ ഏതെങ്കിലും ഒരു ഇമെയിൽ അയച്ചോ എന്നൊക്കെ ചോദിക്കാനാ പോയെന്ന് വിചാരിക്കും. അത് കഴിഞ്ഞ് അയാൾ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ PA വഴക്ക് പറയുന്നത് കേട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, എൻ്റെ ഭഗവാനെ ഈ മനുഷ്യൻ എന്തിനാ ഇങ്ങനെ ഇയാളെ വഴക്ക് പറയുന്ന ഒരു ഇമെയിൽ അയച്ചോ തെറ്റിപ്പോയിട്ട് എന്ന് തോന്നാറുണ്ട് നമുക്ക്. അത് അദ്ദേഹത്തിന് അവിടെ സ്വാതന്ത്ര്യമുണ്ട്, ഇവിടെ അയാൾ സ്വാമിയായിട്ട് അഭിനയിക്കുന്നു, അത്രേ ഉള്ളൂ കാര്യം. അതെ, അല്ല ഞാൻ സാധാരണ പറയാറില്ല, ഇപ്പൊ എന്നെ അറിയണമെങ്കിൽ ഒരു ക്ലാസ് എടുത്തുകൊണ്ടോ 6 ദിവസം എന്നെ പരിചയപ്പെട്ടതുകൊണ്ടോ ഒന്നും നടക്കില്ല. ഒരാഴ്ച ഇപ്പം എൻ്റെ അടുത്ത് വന്ന് ക്യാമ്പിന് അറ്റൻഡ് ചെയ്താൽ കുറച്ചെങ്കിലും എന്നെ മനസ്സിലാവും. അങ്ങനെ 10 കൊല്ലം എൻ്റെ കൂടെ ഇരിക്കുമ്പോഴാണ് എന്നെ ശരിക്കും മനസ്സിലാവുക. മനസ്സിലായോ?